പടച്ചോനെ എത്ര കാലമായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട് തന്നെ. ഈ വീഡിയോ പറഞ്ഞാൽ അധികം കണ്ടന്റ് ഒന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാറില്ല. പക്ഷെ എൻ്റെ മനസ്സിലിരുന്ന് അതൊരു പാറയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം. എന്താണെന്ന് വെച്ചാൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മൾ ഡ്രസ് മേക്ക് ഓവർ ചെയ്യുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പെൻ ഹോൾഡർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്യൂട്ടല്ലേ. ഇതും ഞാൻ കുറേ ആയിട്ട് പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ് ഗൈസ്. ഇത് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇതെൻ്റെ വിഷൻ ബോണ്ട് സാധനമാണ്. പക്ഷെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈം ആയപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ കുറേ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തതാണ് അത്. ഞാൻ അങ്ങനെ വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഗൈസ്, ഞാനാ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ 1K സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, അതങ്ങോട്ട് മെല്ലെ ആക്കി തന്നാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങോട്ട് ഓക്കെ ആവാം. ഡ്രസ് മേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എന്താ പറയുക, മൂഞ്ചി. എൻ്റെ ഈ ടേബിൾ ഞാൻ വാൾ സ്റ്റിക്കർ വെച്ചിട്ടായിരുന്നു സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്ന വീഡിയോ കേട്ടോ, അത്രേ ഉള്ളൂ. അതെനിക്ക് 100-200 കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ടേബിളിന് എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് ബബിൾസ് ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ വീഡിയോസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ടാവും. ഞാൻ ഒട്ടിച്ചപ്പോൾ നൈസായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒട്ടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതുന്നു. ഇത് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ആണ്. സോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ലോഗോയും ഇതേപോലെ ഫ്രെയിമിലാക്കി വെക്കണം എന്നൊക്കെ. അപ്പോൾ ഞാനങ്ങനെ അതിൽ ഫ്രെയിമിലാക്കി വെച്ചതാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫ്രെയിമിലേക്ക് കിടക്കുമ്പോൾ ഭയങ്കര അടിപൊളിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വാൾ പോസ്റ്റേഴ്സും കുറച്ച് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷൻ ബോർഡിൻ്റെ കൂടെ. അതും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒട്ടിക്കലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളു നടക്കുക, അതുറപ്പാണ്. പിന്നെ പറയാൻ പറഞ്ഞു, കുറേ നല്ല തിരക്കായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ലാഗായത്. തിരക്ക് പറഞ്ഞാൽ എക്സാം അതൊക്കെ തന്നെ ആയിരുന്നു. ഇൻഷാ അല്ലാ ബാക്ക് ടു വീഡിയോസിലേക്ക് എനിക്ക് വരണമെന്നുണ്ട്. ഇൻഷാ അല്ലാ പടച്ചോൻ സഹായിക്കട്ടെ. ഇത് അന്ന് കട്ട് ചെയ്ത് വെച്ചുകൊണ്ടെങ്കിലും പക്ഷേ സെറ്റ് ചെയ്യുന്നത് ഇതാ ഇന്നാണ്. കുറേ കഴിയുമ്പോഴൊക്കെ ഉള്ളൂ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാനൊരു മൂടാണ് വരിക. പക്ഷേ സെറ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഗായ്സ്, നമ്മൾ വാള് ചതിച്ചു. വാളിൻ്റെ കളർ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഒന്നിനും പറയണ്ട, ഞാൻ കാരണമാണ് ആ വൈറ്റ് പെയിൻ്റ് അടിക്കാത്തത്. എനിക്ക് പേടിയായിട്ടാണ് ഗൈസ് വൈറ്റ് പെയിൻ്റ് അടിക്കാൻ. മീൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്നുള്ള പേടി കാരണമാണ്. പിന്നെ ഞാൻ ആ വാളിലൊട്ടിച്ച ടൈം ടേബിളും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. പിന്നെ ഗൈസ്, ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്, ക്ലീനിങ്. ഇത് ഒപ്പം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്കധികം അത് തോന്നാത്തത്. പക്ഷേ നൈസായിട്ട് ക്ലീൻ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും ആ പഴയ ലുക്കോ അല്ലെങ്കിൽ ഒരു സംഭവം കിട്ടണില്ല. ഇൻഷാ അല്ലാ ഞാൻ ഭാവിയിൽ നല്ലൊരു മേക്ക് ഓവർ കൊടുക്കും. അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്.